പാച്ചിവണ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന കൃഷ്ണൻകുട്ടിക്ക് എന്ത് പറ്റി? പിന്നെ MP രാജേഷിന്റെ കാര്യമാണ്. ഇവിടെ നേരത്തെ തങ്കപ്പൻ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇതിന്റെ വരുമാനം സത്യം പറഞ്ഞാൽ രാജേഷിനല്ല, പിണറായിക്കേ ഉള്ളൂ. പിണറായിക്ക് നല്ല ഇറച്ചി കഷ്ണം കിട്ടുമ്പോൾ രാജേഷിന് ചാറ് തൊട്ട് കൂട്ടാൻ മാത്രമേ പറ്റൂ, ചാറ് നക്കാൻ മാത്രമേ പറ്റൂ രാജേഷിന്. ഇറച്ചി നല്ല കഷ്ണങ്ങളൊക്കെ പിണറായിയും കുടുംബവും കൊണ്ടുപോകും, ചാറ് നക്കാൻ മാത്രം MP രാജേഷ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ തല കുത്തി നിന്നാലും ബ്രൂവറി യൂണിറ്റ് പാലക്കാട് സ്ഥാപിക്കുന്ന പ്രശ്നമില്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഇനി വൈകുന്നേരം നാളെ എന്ത് കേസ് വന്നാലും ഒരു കുഴപ്പമില്ല. ഏതായാലും 100 കേസ് ഇപ്പം ഉണ്ട്. ബാക്കി ഒരു കേസും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒന്ന്, ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. പയാസിസിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ശരീരം നോവുമ്പോൾ ഇട്ടേച്ചു പോകുമെന്ന് ഞങ്ങൾക്കറിയാം. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി പിന്നീട് പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ പോകുന്നത്. ആ ടോൾ ബൂത്തുകൾ കേരളത്തിലെ ജനങ്ങൾ അടിച്ചു പൊളിക്കും. അതിൻ്റെ കൂടെ UDF ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസോ UDF തയ്യാറല്ല. അതുകൊണ്ട് പിണറായി വിജയനോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ, തൽക്കാലം നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ പിണറായി വളർന്നിട്ടില്ല. ആദ്യം RSSനെ സൂചിപ്പിക്കുന്ന ഡയലോഗ് ആദ്യം അവസാനിപ്പിക്കുക, പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നാൽ മതി. ഇവിടെ ഇന്നലെ അദ്ദേഹത്തിന് ലേഖനമുണ്ട് ദേശാഭിമാനിയിൽ. അതിലെന്താ പറഞ്ഞത്? ഇന്ത്യയിലെ BJP വിജയിക്കാൻ കാരണം കോൺഗ്രസ്സാണ്. ഉദാഹരണം പറഞ്ഞത് ഹരിയാനയും ഡൽഹിയാണ്. ഞാൻ പിണറായിയോട് ചോദിക്കട്ടെ, കോൺഗ്രസ് മത്സരിച്ചേ നിങ്ങൾ ഇത്ര കുറ്റം കാണുന്നില്ലേ? നോട്ടേന്റെ പുറകിൽ പോയ നിങ്ങൾ എന്തിനാ മത്സരിക്കാൻ പോയത് ഡൽഹിയിൽ? നിങ്ങൾക്ക് 10 വോട്ടുണ്ടോ അവിടെ? അവിടെ മത്സരിച്ചു. എന്നിട്ട് അവർ ഞങ്ങളോട് പറയും 15 കൊല്ലം ഡൽഹി ഭരിച്ച പാർട്ടിയാ കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവസാനം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് 70-ൽ ഒരു 15 സീറ്റ് കോൺഗ്രസിന് നൽകിയാൽ ഞങ്ങൾ സഖ്യമാവാം. എന്തേ കേജ്രിവാൾ സമ്മതിക്കാഞ്ഞേ? അന്ന് പറഞ്ഞത് പാർലമെന്റിൽ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയോണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ധാർഷ്ട്യത്തിൽ മത്സരിച്ചപ്പോ ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് മത്സരിക്കണ്ടേ? അത് മത്സരിച്ചുകൊണ്ടാണ് BJP ജയിച്ചതെങ്കിൽ അത് തടയാനുള്ള ബാധ്യത കേജ്രിവാളിനുണ്ടായിരുന്നില്ലേ? ഇപ്പൊ കോൺഗ്രസ് മത്സരിച്ച് തെറ്റാണെന്ന് പറയുന്ന പിണറായി ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു മത്സരിക്കാൻ പോയി? നിങ്ങൾ മത്സരിച്ച് നോട്ടയുടെ എത്ര വഴി നിങ്ങൾക്ക് വോട്ട് വാങ്ങാൻ കഴിഞ്ഞോ? എല്ലാ ഇടതുപക്ഷ കക്ഷികളും മത്സരിച്ചല്ലോ. നിങ്ങൾ മുമ്പ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ കേജ്രിവാളിനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറില്ലേ? എന്നിട്ട് നിങ്ങൾക്കൊരു സീറ്റ് തന്നില്ലേ കേജ്രിവാൾ? എന്നിട്ടാണോ ഞങ്ങൾ ഉദ്ദേശിക്കാൻ വരുന്നത്? ഹരിയാനയിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ, അതിനു മുമ്പ് ലോക്സഭയിൽ 10-ൽ 1 സീറ്റ് ആം ആദ്മിക്ക് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു 6 സീറ്റ് തരാം. അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ 10 സീറ്റിലേക്ക് മത്സരത്തിന് ഞങ്ങളില്ല, തയ്യാറായില്ല. പിന്നെന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അവകാശവാദങ്ങൾ. പിന്നെ മഹാരാഷ്ട്രയിൽ എല്ലാ പാർട്ടിയായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-നും കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ സീറ്റ്. ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്തത്? ആ കോൺഗ്രസിനെ കുറ്റം പറയുന്ന നിങ്ങൾ കേരളത്തിൽ BJP-യുടെ B ടീമായി നിങ്ങൾ മാറിയില്ലേ? ഇപ്പൊ തന്നെ കടൽ ഖനനം നടത്താൻ പോവാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി കേരളത്തിൽ സെമിനാർ നടത്തി ജനുവരി മാസത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ആ സെമിനാർ സ്പോൺസർ ചെയ്തത് കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KMML അല്ലേ? അവരല്ലേ ഹോട്ടൽ ബില്ല് അടച്ചത്? അവരല്ലേ പബ്ലിസിറ്റിക്ക് വേണ്ട പണം നൽകിയത്? അന്ന് വ്യവസായ സെക്രട്ടറി, കേരളത്തിന്റെ പ്രതിനിധിയായി ചെന്ന വ്യവസായ സെക്രട്ടറി പറഞ്ഞെന്താ അറിയോ? മത്സ്യബന്ധനത്തിന് കോട്ടം തട്ടാതെ ഖനനം നടത്താം. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നെ പറഞ്ഞത് 50 കിലോമീറ്ററിനപ്പുറേ ഞങ്ങൾ ഖനനം നടത്തൂ, പക്ഷേ ചിലപ്പോൾ അത് മത്സ്യബന്ധനത്തിനെ ബാധിച്ചേക്കാം. കേന്ദ്രം പറഞ്ഞ ബാധിച്ചേക്കാം. അപ്പൊ സംസ്ഥാനം പറഞ്ഞു, നിങ്ങൾ ഖനനം നടത്തിക്കോ, പക്ഷെ ഒറ്റ കണ്ടീഷൻ, അതിന്റെ വരുമാനം ഉണ്ടല്ലോ 1 പങ്ക് ഞങ്ങൾക്കും തരണം. അതായത് നിങ്ങൾ കട്ടാൽ കുറച്ച് ഞങ്ങൾക്കും തരിക. അങ്ങനെ 50-50 ഒന്നും വേണ്ട, ഒരു 70-30 തന്നാലും ഞങ്ങൾക്ക് ഹാപ്പിയാണ്.